ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രിയമുള്ളവരെ, ഈ അത്ഭുതങ്ങളുടെ രാത്രിയിലേക്ക് ലോകമെമ്പാടും ഈ ശുശ്രൂഷയെ ചേർന്ന് നിന്ന് കർത്താവിനെ ആരാധിക്കുകയും തമ്പുരാൻ്റെ തിരുമുമ്പിലായിരിക്കും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കും. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. പുറപ്പാട് 34:10 ദൈവത്തിൻ്റെ വചനം പറയാണ്, ഇതാ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടക്കാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ രാത്രി ദൈവം നമ്മളെ സന്ദർശിക്കുന്ന രാത്രിയാ. ഈ ലോകത്തിൽ ഒരു ജനതയുടെ ഇടയിലും നടക്കാത്ത തരം അത്ഭുതം നിന്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം ഇന്ന് അനേക കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നിറവേറാൻ പോവുകയാണ്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ പ്രിയമുള്ളവരെ സമയങ്ങൾ ഓർക്കുക. സ്വീകാര്യമായ സമയത്ത് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ സന്ദർശിക്കുന്ന കർത്താവ്, അവൻ അരുളി ചെയ്യാണ്, ഇതാ സ്വീകാര്യമായ സമയം, ഇതാ രക്ഷയുടെ ദിവസം. ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ദൈവം ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പുറപ്പാട് 34:14 നമുക്ക് നൽകുന്ന ഉറപ്പിതാണ്, ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും ഇന്നോളം നടക്കാത്ത തരം അത്ഭുതം ഇതാ എൻ്റെ ജനത്തിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയത്തിന്റെ വേദനയും ദുഃഖവും എല്ലാം ഒന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഇപ്പോൾ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? ദൈവത്തിന്റെ രക്ഷ ഇന്ന് കടന്നു വരേണ്ട ജീവിത മേഖലകളെ ഒന്ന് കർത്താവിന്റെ സന്നിധി കൊടുക്കാമോ? രോഗത്തിൽ ദൈവത്തിന്റെ രക്ഷ ഇന്ന് ആവശ്യമാണോ? ഒരു തകർച്ചയിലേക്ക് ദൈവത്തിന്റെ രക്ഷ ഇന്ന് നിന്റെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഇന്ന് കടന്നു വരണമെന്ന് പ്രിയ ദൈവത്തിന്റെ ജനമേ ഈ രാത്രി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വലിയ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണോ? തകർന്നുപോയ ബന്ധങ്ങളെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഒത്തിരി പാപത്തിന്റെ അശുദ്ധിയിൽ തകർക്കപ്പെട്ട ഒരു ജീവിതമാണോ നിന്റേത്? ദൈവം പറയാണ്, ഇത് രക്ഷയുടെ രാത്രിയാണ്, ഇതെന്റെ രാത്രിയാണ്. ഞാൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ രാത്രിയാണ്. വലിയ വിശ്വാസത്തോടെ ഈ കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്താമോ? കരങ്ങളൊന്ന് നന്നായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. ദൈവത്തെ കാണുക. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ ബിസിനസ് തകർച്ചകളിലേക്ക്, കടബാധ്യതയിലേക്ക്, മക്കളുടെ ഭാവിയിലേക്ക്, കുടുംബ പ്രശ്നങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ കണ്ണുനീരിലേക്ക്, ജീവിതത്തിലുള്ള തകർച്ചകളിലേക്ക് ദൈവം കടന്നു വരുന്നു. കരമുയർത്തി ആദരം തുറന്ന് എല്ലാവരും ചേർന്ന് യേശുവിനെ ആരാധിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? ശബ്ദമുയർത്തി ആരാധിക്കാം. പ്രിയമുള്ളവരെ, ആദരം തുറന്ന് അവിടുത്തെ ആരാധിക്കുക. രക്ഷയുടെ നാമത്തെ വിളിച്ച് ആരാധിക്കുക. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകെ പോയിട്ട് കേൾക്കാനാവാത്ത വിധം ദൈവത്തിന്റെ കാതുകൾക്ക് മാറ്റം സംഭവിച്ചു. യേശുവേ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിന്റെ അത്ഭുതകരമായ ശക്തി ഈ രാത്രിയിൽ 7 വൻകരകളിൽ ഇറങ്ങട്ടെ. എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. ഓരോ വ്യക്തിയിലേക്ക്, കുടുംബങ്ങളിലേക്ക് യേശു നാമത്തിന്റെ ശക്തി കടന്നു വരട്ടെ. അന്ധകാര ദുർവീടുകൾ വിട്ടുപോകട്ടെ. പാപബന്ധനങ്ങൾ അടിയട്ടെ. പൈശാചിക ശക്തികൾ യേശു നാമത്തിൽ വിറകൊള്ളട്ടെ. സാത്താന്റെ കോട്ടകൾ തകർക്കപ്പെടട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ കഴിഞ്ഞു വീഴട്ടെ. യേശുവേ, വിടുതലിന്റെ രക്തം അഭിഷേകമായി ഇറങ്ങട്ടെ. പാപശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നു. കർത്താവേ, ദൈവജനത്തെ ഭാരപ്പെടുത്തുന്ന, ശുശ്രൂഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാ എതിർ ശക്തികളെയും, അന്ധകാര ദുർവീടുകളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. മത്തായി
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് രാജാതിരാജനായ കർത്താവിനെ ഒന്ന് കൺമുമ്പിൽ കാണാം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത രാജാതിരാജനായ യേശു. കർത്താവേ, അവിടെ നിന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. യേശുവേ, അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ, നിന്നിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. രാജാതിരാജനായി ദേവാതിദേവനായി സൈന്യങ്ങളുടെ കർത്താവും ഇസ്രായേലിന്റെ പരിശുദ്ധനും മഹോന്നത ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവേ, അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം
തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്നയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്നയല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ, ആഴിയിൻ ആഴങ്ങളിൽ കരം പിടിച്ച് എന്നെ ഉയർത്തിയതാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ, ആഴിയിൻ ആഴങ്ങളിൽ കരം പിടിച്ച് എന്നെ ഉയർത്തിയതാൽ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ
അസാധ്യമേ